നാറുട്ടോനെ കുറിച്ച് പറയുമ്പം ഈ വൺ പീസിനെ പറ്റി ഞാൻ ഇടയിലേക്ക് ഇടുന്നതിന് കാരണം ഒരു സൈഡിൽ പറയും നാറുട്ടോ ആണ് ബെസ്റ്റ്, ഒരു സൈഡിൽ പറയും വൺ പീസാണ് ബെസ്റ്റ്, മറ്റൊരു സൈഡിൽ പറയും ഏതോ ഒരു എനിമയാണ് ബെസ്റ്റ്. അങ്ങനെയൊക്കെ നടക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ആനിമെ തന്നെ അടിയുണ്ടാവാൻ തുടങ്ങി. ഒരു സൈഡിൽ നമുക്കറിയാം മൂവീസ് ആനിമയാണ് ബെസ്റ്റ് എന്ന് വെച്ചിട്ട് ആനിമെ പറഞ്ഞിട്ട് ആനിമേൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ ഒരു അടി നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേറെ വീഡിയോ പറയാം. നമ്മളിപ്പം പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് നാറുട്ടോ ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് വേണേൽ പല വിധത്തിലും ഫീൽ ചെയ്തിരിക്കാം, ബട്ട് എനിക്ക് ഒറ്റ വിധത്തിലാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാത്ത ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഈ നാറുട്ടോ തന്നെ ആനിമെ നമുക്ക് 700 എപ്പിസോഡ്സ് ഉണ്ട്. ഞാൻ ഈ ബൊറുട്ടോ കൂട്ടുന്നില്ല. ഈ ബൊറുട്ടോ എന്ന് പറയുന്നത് നാറുട്ടോനൊരു മകന് എന്നൊരു സീരീസ് ഉണ്ടാക്കിയ സീരീസാണ് നാറുട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ പറയാം. എന്ന് വെച്ചാൽ നാറുട്ടോയ്ക്ക് എന്ന് പേര് പോക്കിയ ഒരു സീരീസും കൂടിയായി ഇപ്പം ബൊറുട്ടോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നാറുട്ടോ കണ്ട എല്ലാവരും ഇപ്പം തെറിച്ചോടുകയാണ് വേറെ ഏതൊക്കെ സീരീസിൽ. അതിന് കാരണം ഈ ബൊറുട്ടോ തന്നെയാണ്. ഈ ബൊറുട്ടോ എന്ന് പറഞ്ഞ സീരീസ് നാറുട്ടോയെ നശിപ്പിച്ചു. നമുക്ക് അത്രയും മനോഹരമായ നാറുട്ടോ ആയിരുന്നു, ഇപ്പോൾ എന്തൊക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വേറൊരു വീഡിയോ തന്നെ പറയാം. നാറുട്ടോയുടെ നമുക്കറിയാം 3 ക്യാരക്ടേഴ്സ് ഉണ്ട്: നാറുട്ടോ, സാസുക്കെ, സാക്കുറ. ഇതിന് പറയുകയാണെങ്കിൽ 3 മാത്രമാണ് അവനോട് ഫസ്റ്റ് നിന്ന 3 ഫ്രണ്ട്സ്, അവൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ പറയാം. ഈ 3 ഫ്രണ്ട്സിലും ഏറ്റവും വേസ്റ്റായിട്ട് പലരും പറയുന്ന സാക്കുറനാണ്. അവൾക്ക് ട്രാസിന് സമമാണ്, ബട്ട് ചില സമയത്ത് എനിക്ക് അവളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് താഴെ കമൻറ്റ് കിട്ടും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അവൾ അങ്ങനത്തെ ഒന്നുമില്ല, അവൾ ട്രാസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സാസുക്കെ നോക്കി കഴിഞ്ഞാൽ ഇവനൊരു കൂൾ ക്യാരക്ടറാണ്. ഇവനെപ്പോൾ സൈലൻ്റ് ആയിരിക്കും. ബട്ട് നാറുട്ടോ ഒരുപാട് സ്പീച്ചാണ്. ബട്ട് നാറുട്ടോ ഈസ് ദ ബെസ്റ്റ്. നാറുട്ടോ കുറേ കഴിഞ്ഞ് നമുക്കറിയാം സാസുക്കെനൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് എത്തിക്കുമ്പോഴും ഞാൻ ഒരുപാട് സ്പോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ നാറുട്ടോ കാണാതെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ തന്നെ പറയരുത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കഥ സ്പോയിൽ ചെയ്തു എന്ന്. ബിക്കോസ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്, ഒന്നുകൂടി പറയാണ്, ഞാൻ ഇതിൽ ഒരുപാട് സ്പോയിൽ കണ്ടന്റ് ഉണ്ടാക്കും. സോ നിങ്ങളെ സീരീസ് കാണുന്നതിൻ്റെ രസം ഞാൻ പോക്കും. അതുകൊണ്ട് സീരീസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതാണ് വളരെ രസം. അതുകൊണ്ട് നിങ്ങളിപ്പം പോയി സീരീസ് കാണുക, എന്നിട്ട് സീരീസ് കണ്ടിട്ട് ഇതേ സെക്കൻഡ് തുടങ്ങിക്കോളൂ. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. നാറുട്ടോക്ക് ഇവിടെ ഒക്കാഗെയാണ്. അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഒക്കാഗെയായിരുന്നു. എനിക്കും അങ്ങനെ പല ഡ്രീംസ് ഉണ്ടായിരുന്നു. എനിക്ക് ഡോക്ടർ, എൻജിനീയർ, അങ്ങനെയൊക്കെ മാറി മാറി കളിച്ചൊരു ഡ്രീംസ് ആയിരുന്നു. അവസാനം എങ്ങനെയോ എവിടെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അവസ്ഥ. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് എൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അവസ്ഥ എങ്ങനെയാണോ അറിഞ്ഞൂടാ. ബട്ട് നാറുട്ടോ ഈസ് ഓൺലി ഫോക്കസ്. അവനെ 10 വയസ്സ് തൊട്ട് അവൻ പറയുന്നത് അവൻ ഒക്കാഗെയാവണം. അതിന് കാരണം അവൻ്റെ സൊസൈറ്റി സിറ്റുവേഷൻ. നമുക്കിവിടെ പല നാട്ടുകാർ അഭിപ്രായങ്ങൾ പറയുന്ന പോലെ അവിടുത്തെ പല നാട്ടുകാർ ഇവനൊരു ഡീമനാണ്, ഇവൻ അങ്ങനെ ചെയ്യും, ഇവൻ കൊല്ലും, അങ്ങനെയൊക്കെ പറത്താൻ തുടങ്ങി. എവിടെയാണെങ്കിലും ഈ നാട്ടുകാർ എന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. നാട്ടുകാർക്കിടയിലും കുറച്ച് നല്ലവരൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെപ്പോലെ കുറച്ച് പേരുണ്ടാവില്ലേ. അങ്ങനെ കുറച്ച് പേരായിട്ട് വന്നതാണ് ജിറായ, കക്കാസി. ഇവരൊക്കെ ഇവനെ സഹായിക്കുകയും ഇവനെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇവനെ പേരിപ്പിക്കുകയും തിരിച്ച് ഒക്കാഗയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒക്കാഗയിൽ എത്തിച്ചിട്ട് ഇവനൊരു ഒക്കാഗയായിട്ട് മാറും. അതൊക്കെ മാറി. ഇപ്പം ആ ഒരു സ്റ്റോറി ഞാൻ പറയുന്നില്ല, ബിക്കോസ് അത് ഫുൾ സ്റ്റോറി പറയുന്ന പോലെ ആയിരിക്കും, അതിനൊരുപാട് ടൈം എടുക്കും. സോ ഞാൻ നേരെ പറയാൻ പോകുന്നത് ഇവൻ്റെ ഇതിൽ വരുന്ന വില്ലൻസിനൊരു ഗുണമുണ്ട്. ഇതിൽ വരുന്ന വില്ലൻസ് ഒരിക്കലും പ്യുവർ വില്ലൻസ് അല്ല. ഇവരൊക്കെ ഒരു ബ്രോക്കൺ വില്ലൻസാണ്. ഇവർ പണ്ട് നല്ലവരായിരുന്നു, പിന്നെ വില്ലനായി. അങ്ങനത്തെ കുറേ ആൾക്കാർ ഇതിലുണ്ട്. അതുപോലെ വില്ലൻസിൽ കുറച്ച് പേരെനിക്ക് ഫേവറേറ്റ് ആണ്. ഇറ്റാച്ചി, ഒബിറ്റോ, അങ്ങനത്തെ കുറച്ച് പേരെനിക്ക്. ഇറ്റാച്ചി ഒന്നും വില്ലനല്ല, അവൻ്റെ ഈഡൻ ലീഫ് തന്നെ വില്ലേജിൽ രസിക്കാൻ വേണ്ടി ചെയ്തതാണ്. സോ ഈസ് എ ഹീറോ അങ്ങനെ നോക്കിയാൽ. പിന്നെ ഒബിറ്റോ എന്ന് പറയുന്നത് അവൻ്റെ ചില കാരണങ്ങൾ കൊണ്ട് അവൻ വില്ലനായി മാറുകയും. മാതറ എന്ന് പറയുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ അവനെ മാതറ തന്നെ ഒരു വില്ലനല്ല. റെഡിക്കും അവനെ ചിന്തിക്കുന്ന ഒരു പീസ് കാണുന്നതാണ്. ആരെയും കൊല്ലണം അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത്, ഒരു പീസ് ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരു ക്യാരക്ടറാണ് മാതറ. നാറുട്ടോ എന്ന് പറയുന്നത് വളരെ വളരെ ത്രില്ലിംഗ് ആക്കുന്നത് ഈ വില്ലൻസും കൂടിയാണ്. ഒബിറ്റോ ആണെന്ന് നമുക്കറിയാം വാർ തുടങ്ങിയത്, അത് പല കാര്യങ്ങളും നടത്തിയത് ഒബിറ്റോ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്കൊരു ഫേവറേറ്റ് ആയിരുന്നു ഒബിറ്റോ. പിന്നെ നമുക്കറിയാം നാറുട്ടോയിൽ പല ക്ലാനുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ടാകും. ചിലർ ഉസുമാക്കി ക്ലാൻ, ചിലർ ഉച്ചിയ ക്ലാൻ, അങ്ങനെ പല ക്ലാനായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഓരോ ക്ലാൻകാർക്കും ഓരോ പവർ.
അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇതിൽ കണ്ണുകൾ വെച്ച് കളിക്കുന്നവരാണ് ഉച്ചിഗാസ്. ഇവർക്ക് കണ്ണിലൂടെ പല പവറും, കണ്ണിന് പല കളർ മാറ്റമുണ്ടാവും. അങ്ങനെയൊക്കെ പല പവറും ഉള്ളവരാണ് ഇവർ. അതിനാണ് സെരീങ്കാൻ, റെനഗാൻ അങ്ങനെ പലതുമായിട്ട് പറയുന്നത്. ഈ സെരീങ്കാനാണ് നമുക്ക് സ്ലോ ആയിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ പവറുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് കുറച്ചും കൂടി ഗുഡ്. അത്രക്കും അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പവറായിട്ട് വരും. ഈ സാക്കുറൻ്റെ പവർ ഹീലിംഗ് ആണ്. അവർക്ക് പലരെ രക്ഷിക്കാൻ പറ്റും. സാസുക്കയ്ക്ക് സെനിങ്കാൻ, നറുട്ടോക്ക് നമുക്കറിയാം ഉസുമാക്കി ക്ലാൻ്റെ കുറച്ച് പവറുണ്ട്. അതുപോലെ തന്നെ ഇവനെ മറ്റേ നയൻ ടൈൽ ഫോക്സിൻ്റെ പവറുണ്ട്. നയൻ ടൈൽ ഫോക്സ് ഇല്ലത് കൊണ്ടാണ് പലരും നറുട്ടോനെ ഡീമണായിട്ട് കാണുന്നത്. ബട്ട് നറുട്ടോക്ക് ഒരു വലിയ പവർ കൊടുക്കുന്നതും ഈ ഡീമൺ തന്നെയാണ്. നറുട്ടോൻ്റെ ഇടയ്ക്ക് സ്റ്റോറി പറയാതെ ഇവർ ഈ കഥ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഈ നറുട്ടോ എന്ന് പറയുന്നവൻ ഈ ഗോൾ ഫോക്കസ് ആയ ഒരു പ്രശ്നമാണ്. ഇവൻ ഇപ്പോഴത്തെ ഒക്കാകെ ആവണം തീരുമാനിച്ചാൽ ഒക്കാകെ തന്നെ ആവുന്നുണ്ട്. അവൻ്റെ ഡിസൈനിൽ മാറുന്നില്ല. പിന്നെ ഈ നറുട്ടോ എന്ന് പറഞ്ഞാൽ പല മെസ്സേജും നമുക്ക് തരുന്നുണ്ട്. നല്ല മെസ്സേജ്, ഗുഡ് മെസ്സേജൊക്കെ തരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുന്നത് കൊണ്ട് തന്നെ നറുട്ടോ ഭയങ്കരമായൊരു ആനിമയാണ്. ഐ മീൻ ഗുഡ് ആനിമ. ഇപ്പം നിങ്ങൾ ചോദിക്കും വൺ പീസ് ഇതൊക്കെ നല്ല മെസ്സേജൊക്കെ തരുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ട് അവരൊക്കെ തരുന്നുണ്ട്. അതല്ല പറഞ്ഞത് നറുട്ടോന് മാത്രമായൊരു ഒപ്പീനിയൻ ആയതുകൊണ്ട് നറുട്ടോ കടന്ന് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നറുട്ടോ കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നറുട്ടോ എന്ന സീരീസ് പിന്നെ നമുക്കറിയാം ഇതിലെ ക്യാരക്ടറൊക്കെ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വരും. ചില ക്യാരക്ടറൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആവും. നമ്മളാണോ ഇങ്ങനെയെന്നൊക്കെ തോന്നിപ്പോവും. അത്രത്തോളം ക്യാരക്ടേഴ്സ് വരെ ഇതിലുണ്ട്. എനിക്ക് പേഴ്സണലി നറുട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ അധികം പറയുന്നില്ല. ഇപ്പം ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു നല്ല ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, അതൊരു വാല്യൂ ആയ കമൻറ്റ് ഇടുക. അപ്പം ഞാൻ കുറച്ച് ശ്വാസം വിട്ടെ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.